Hello, in this section we are discussing about the types of resolution and also the types of satellites. Types of resolution. Resolution are mainly of four types: spatial or geometric resolution, radiometric resolution, spectral resolution and temporal resolution. സാറ്റലൈറ്റ്സിൽ പ്രധാനമായും 4 ടൈപ്പ് റെസൊല്യൂഷൻസ് ആണ് കണ്ടുവരുന്നത്. അതിൽ ആദ്യത്തെ ടൈപ്പ് സ്പേഷ്യൽ അല്ലെങ്കിൽ ജോമെട്രിക് റെസൊല്യൂഷൻ. Spatial resolution measures the smallest angular separation between two objects. ഒരു ഡെഫിനിഷൻ പറയുന്നത് സ്പേഷ്യൽ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് രണ്ട് ഒബ്ജക്റ്റ് തമ്മിൽ വേർതിരിക്കാൻ സഹായിക്കുന്ന ഏറ്റവും ചെറിയ ആംഗുലർ സെപ്പറേഷനെയാണ് സ്പേഷ്യൽ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. It refers to the size of the smallest feature that can be detected by a satellite sensor or displayed in a satellite image. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഒരു സാറ്റലൈറ്റ് ഇമേജ് ഡിസ്പ്ലേ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു സാറ്റലൈറ്റ് സെൻസറിന് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ഫീച്ചറിൻ്റെ സൈസിനെയാണ് സ്പേഷ്യൽ അല്ലെങ്കിൽ ജോമെട്രിക് റെസൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. For satellite images, this is represented in pixels, and the spatial resolution for a given image is noted as how many meters that pixel represents. സാറ്റലൈറ്റ് ഇമേജസിൻ്റെ കാര്യമായതുകൊണ്ട് തന്നെ അത് ഡിജിറ്റൽ ഇമേജസ് ആണ്. അതുകൊണ്ട് സ്പേഷ്യൽ റെസൊല്യൂഷൻ അല്ലെങ്കിൽ ജോമെട്രിക് റെസൊല്യൂഷൻ സാറ്റലൈറ്റ് ഇമേജസിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് പിക്സലിൻ്റെ രൂപത്തിലാണ്. അപ്പോൾ ഒരു ഗിവൺ ഇമേജിൻ്റെ സ്പേഷ്യൽ റെസൊല്യൂഷൻ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു പിക്സൽ എത്ര മീറ്റർ അത് റെപ്രസെൻറ്റ് ചെയ്യുന്നു എന്ന് വെച്ചിട്ടാണ്. നമുക്കറിയാം പിക്സൽ എന്ന് പറയുന്നത് ചെറിയ ചെറിയ സ്ക്വയർ ആയിട്ടുള്ള സെൽസ് ആണ്. അപ്പോൾ ആ സ്ക്വയർ ആകുമ്പം തന്നെ അതിൻ്റെ ഓരോ ലെങ്ത്തും എന്ന് പറയുന്നത് ഇപ്പോൾ 25 മീറ്റർ ആണെങ്കിൽ അതിൻ്റെ എല്ലാ വശങ്ങളിലും 25 മീറ്റർ ആയിരിക്കും. 25 × 25 മീറ്റർ ആയിരിക്കും അതിൻ്റെ ഒരു ഏരിയ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഒരു ഇമേജിനകത്തുള്ള ഒരു പിക്സൽ എത്ര മീറ്റർ റെപ്രസെൻറ്റ് ചെയ്യുന്നു എന്നതാണ് അതിൻ്റെ സ്പേഷ്യൽ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. നമ്മുടെ മൊബൈൽ ഫോൺസ് ഒക്കെ വാങ്ങുമ്പോഴത്തേക്കും നമ്മൾ പിക്സൽസ് കൂടിയ ക്യാമറാസ് നോക്കി വാങ്ങാറുണ്ട്. അപ്പോൾ അതിനർത്ഥം എന്ന് പറയുന്നത് ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസ് വരെ പിക്സൽ കൂടുന്നതിനനുസരിച്ച് അതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നു എന്നാണ്. അപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ റെസൊല്യൂഷൻ ഉള്ളതിന് നല്ല രീതിയിലുള്ളൊരു പിക്സൽ എഫക്റ്റും കാണും. It is usually presented for a single value representing the length of one side of a square. ഒരു സ്ക്വയറിൻ്റെ ഒരു സൈഡിൻ്റെ ലെങ്ത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് പോലെ തന്നെയാണ് പിക്സലിൻ്റെ വാല്യൂ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, a spatial resolution of 250 meter means one pixel represent an area 250 by 250 meters on the ground. ഒരു സ്പേഷ്യൽ റെസൊല്യൂഷൻ 250 മീറ്റർ എന്നാണ് കാണിക്കുന്നത്, ഏതെങ്കിലും സാറ്റലൈറ്റിന് കാണിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനർത്ഥം അതിലെടുക്കുന്ന ഡിജിറ്റൽ ഇമേജിൻ്റെ അല്ലെങ്കിൽ സാറ്റലൈറ്റ് ഇമേജിൻ്റെ ഒരു പിക്സൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് 250 × 250 മീറ്റർ ഗ്രൗണ്ടിലെ ഏരിയ ആണ്. സ്പേഷ്യൽ റെസൊല്യൂഷനും അതുപോലെ പിക്സൽ സൈസും വെച്ചിട്ട് ഒരേ സ്ഥലത്തുള്ള ഇമേജ് ഡിഫറെൻറ്റ് പിക്സൽസിൽ എങ്ങനെ കാണുന്നു എന്ന് മനസ്സിലാക്കാൻ കൊടുത്തിരിക്കുന്ന 3 ഡിജിറ്റൽ ഇമേജസ് ആണ്. 3 ഗോയസ് സാറ്റലൈറ്റ് ഇമേജസ് ആണ് റെപ്രസെൻറ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. ആദ്യത്തെ 400 പിക്സലാണ്. പിക്സലിൽ നമുക്ക് കുറച്ച് സെൽസ് മാത്രം ഒരു റാസ്റ്റർ ഫോർമാറ്റിൽ കാണാൻ സാധിക്കുന്നതേ ഉള്ളൂ. വ്യക്തമായിട്ട് ആ ഫീച്ചർ നമുക്ക് അതിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നില്ല. രണ്ടാമത്തതിൽ വരുമ്പോൾ മോർ ദാൻ 2000 പിക്സൽ അതിലുണ്ട്. കുറച്ചുകൂടെയൊക്കെ ക്ലാരിറ്റി ഉണ്ടെങ്കിലും വ്യക്തമായിട്ട് നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. അതേസമയം ഒരു ഗോയസ് വിസിബിൾ ഇമേജ്, അത് മോർ ദാൻ 3,60,000 പിക്സൽസ് ഒക്കെ ഉള്ളൊരു ഇമേജാണ്. അതേ സെയിം ഏരിയയുടെ ഒരു ഇമേജാണ്. പക്ഷെ നമുക്ക് വളരെ വ്യക്തമായിട്ട് ആ ഫീച്ചേഴ്സ് ഓരോന്നും കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ റെസൊല്യൂഷൻ കൂടുന്നതിനനുസരിച്ച് നല്ല രീതിയിൽ ഏറ്റവും ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ഫീച്ചർ വന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. Second, radiometric resolution. Radiometric resolution is the sensitivity of a remote sensing platform to detect the slight differences in energy, especially radiant flux, radiant energy emitted per unit time. റേഡിയോമെട്രിക് റെസൊല്യൂഷൻ എന്താണെന്ന് നോക്കാം. ഒരു റിമോട്ട് സെൻസിങ് പ്ലാറ്റ്ഫോമിന് എത്രത്തോളം റിഫ്ലക്റ്റൻ്റ് ആയിട്ടുള്ള എനർജിയെ, അതായത് റേഡിയേറ്റ് ചെയ്ത് വരുന്ന എനർജിയെ സെൻസ് ചെയ്യാൻ പറ്റും, ഒരു പെർ യൂണിറ്റ് ടൈമിൽ എത്രത്തോളം അതിൻ്റെ ആ റിഫ്ലക്ഷനെ സെൻസ് ചെയ്യാൻ പറ്റും, ആ ഡിഫറൻസ് എങ്ങനെ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും എന്നതാണ് റേഡിയോമെട്രിക് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്.
The radiometric resolution stands for the ability of a digital sensor to distinguish between the grayscale values while acquiring an image. കുറച്ചുകൂടെ ഒരു പ്രിസൈസ് ആയിട്ട് നമുക്ക് പറയുന്നെങ്കിൽ ഒരു ഡിജിറ്റൽ സെൻസറിൻ്റെ ഒരു എബിലിറ്റിയാണ് റേഡിയോമെട്രിക് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ആ എബിലിറ്റിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഇമേജ് അക്യൂർ ചെയ്യുന്ന സമയത്ത് അതിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള ഗ്രേ സ്കെയിൽ വാല്യൂസ് കാണും. ആ ഓരോ ഗ്രേ സ്കെയിൽ വാല്യൂവിനെ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാൻ പറ്റുന്ന കഴിവിനെയാണ് റേഡിയോമെട്രിക് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നല്ല രീതിയിൽ റേഡിയോമെട്രിക് റെസൊല്യൂഷനുള്ള ഒരു സെൻസർ ആണെങ്കിൽ അതിന് കുറച്ചുകൂടി കൂടുതലായിട്ട് ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാൻ പറ്റും. അതിൻ്റെ കപ്പാസിറ്റി കുറവാണെങ്കിൽ അതിനെ കുറച്ച് ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാൻ പറ്റുള്ളൂ. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. Humans see the nature in color. However, a satellite perceives different wavelengths in different intensities only. It can only distinguish between bright and dark. മനുഷ്യൻ്റെ പ്രത്യേകത നമുക്ക് നാച്ചുറൽ ആയിട്ട് തന്നെ എല്ലാ കളേഴ്സും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതേസമയം ഒരു സാറ്റലൈറ്റ് സെൻസറിന് ചിലപ്പോൾ ആ ഒരു കളർ വെച്ചിട്ട് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണമെന്നില്ല. ഒന്നേ അത് ഫോൾസ് കളർ കോമ്പിനേഷനിലോ അല്ലെങ്കിൽ ഗ്രേ സ്കെയിൽ ഇൻറ്റൻസിറ്റിയിൽ, അതായത് ബ്രൈറ്റ് കളർ ചെയ്ത് ഡാർക്ക് കളർ ചെയ്ത് അങ്ങനെ മാത്രമേ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാൻ ഒരു സാറ്റലൈറ്റിന് പറ്റത്തുള്ളൂ. റേഡിയോമെട്രിക് റെസൊല്യൂഷൻ ഈസ് ക്വാണ്ടിഫൈഡ് ഇൻ ബിറ്റ് പെർ പിക്സൽ. തൊട്ട് മുമ്പേ ഞാൻ പറഞ്ഞു സ്പേഷ്യൽ റെസൊല്യൂഷനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന പിക്സൽ രൂപത്തിലാണ്. ഇനി ഈ പിക്സൽ എത്ര ബിറ്റിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ മെമ്മറി എന്നൊക്കെ പറയില്ലേ, നമ്മളൊരു മൊബൈൽ ഫോൺ ആയാലും നമ്മളതിന് പറയും എത്ര മെമ്മറിയാണ്, 4 GB ആണോ, 6 GB ആണോ, 10 GB ആണോ. അപ്പം GB കൂടുന്നതിനനുസരിച്ച് അതിന് എന്താണ് അതിൻ്റെ സ്റ്റോറിങ് കപ്പാസിറ്റി കൂടും. അതുപോലെ തന്നെയാണ് റേഡിയോമെട്രിക് റെസൊല്യൂഷനും. അപ്പോൾ അത് ബിറ്റ് പെർ പിക്സലാണ് റേഡിയോമെട്രിക് റെസൊല്യൂഷൻ്റെ ഒരു ക്വാണ്ടിഫൈഡ് ഫോം എന്ന് പറയുന്നത്. അപ്പം ബിറ്റ് കൂടുന്നതിനനുസരിച്ച് റേഡിയോമെട്രിക് റെസൊല്യൂഷനും കൂടും. In remote sensing, a bit stands for number of grayscale values a spectral sensor can tell apart. In remote sensing ഇവിടെ ഒരു ബിറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എത്രത്തോളം ഗ്രേസ്കെയിൽ വാല്യൂസിനെ ഒരു സ്പെക്ട്രൽ സെൻസറിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും, ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും എന്നതാണ്. The greater the bit number, the greater the number of grayscale values a spectral sensor can distinguish, and therefore the higher the radiometric resolution of a spectral sensor. എത്രത്തോളം ബിറ്റ് കൂടുന്നുണ്ടോ അത്രത്തോളം കൂടുതൽ ഗ്രേ സ്കെയിൽ വാല്യൂസിനെ ഒരു സെൻസറിന് ഐഡൻറ്റിഫൈ ചെയ്യാനും ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാനും പറ്റും, അത്രത്തോളം കൂടുതലായിരിക്കും അതിൻ്റെ റേഡിയോമെട്രിക് റെസൊല്യൂഷനും. 1 bit stands for a sensor that knows only black and white. ഇപ്പോൾ ഒരു സെൻസറിന് ഒരു ബിറ്റേ ഉള്ളെന്നിരിക്കട്ടെ, അതിന് ബ്ലാക്ക് ചെയ്ത് വൈറ്റ് ചെയ്തെന്ന് മാത്രമേ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു സെൻസറിന് 2 ബിറ്റ് ഉണ്ടെന്നിരിക്കട്ടെ, അതിന് 4 ഗ്രേ സ്കെയിൽ വാല്യൂസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇനി ഒരു സെൻസറിന് 4 ബിറ്റ് ഉണ്ടെന്നിരിക്കട്ടെ, അതിൻ്റെ മെമ്മറി അത് 16 വാല്യൂസ് വരെ അതിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ റേഡിയോമെട്രിക് റെസൊല്യൂഷൻ നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി തരുന്ന ഇമേജസ് ആണ് കൊടുത്തേക്കുന്നത്. അതിൽ നമുക്ക് ആദ്യം കാണാൻ സാധിക്കും 1 ബിറ്റിൽ 2 എണ്ണം മാത്രമേ അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നുള്ളൂ, ബ്ലാക്കും വൈറ്റും. അതേസമയം 4 ബിറ്റിലാണെങ്കിൽ 0 to 15, അതായത് 16 ഷെയ്ഡ് അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. ഇനി 8 ബിറ്റ് ആകുമ്പോഴത്തേക്കോ 0 to 255, അതായത് 256 ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടെ മനസ്സിലാക്കാൻ വേണ്ടി ഒറിജിനലായിട്ടുള്ള സാറ്റലൈറ്റ് ഇമേജ് ആണ് കൊടുത്തേക്കുന്നത്. ഇത് 1 ബിറ്റ് ആണ്, അപ്പോൾ അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് മാത്രം റെപ്രസെൻറ്റ് ചെയ്യുന്നു. 2 ബിറ്റ് ആകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഒരു 4 ലെവൽ റെപ്രസെൻറ്റേഷൻ അവിടെ വരുന്നുണ്ട്. 4 ബിറ്റ് ആകുമ്പോൾ 16 ലെവൽ കുറച്ചുകൂടെ ക്ലാരിറ്റി ഉള്ളൊരു ഇമേജ് വന്നു. 8 ബിറ്റ് ആകുമ്പോഴത്തേക്കും 256 ലെവലുള്ള, അതായത് ഡിഫറെൻറ്റ് വെറൈറ്റി ഷെയ്ഡ്സ് അതിൽ കൊടുത്തിട്ടുണ്ട്. അത് ഒരു കാർട്ടോഗ്രാഫറിന് ഒരു സ്ഥലത്തെ കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാനും ഇൻ്റർപ്രറ്റ് ചെയ്യാനും അത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ഇനി റിയൽ കളേഴ്സ് ബേസ് ചെയ്തിട്ടൊരു സാറ്റലൈറ്റ് ഇമേജ് ആണ്. ഇത് 4 ബിറ്റ് ആണ്, ഇത് 8 ബിറ്റ് ആണ്. 8 ബിറ്റിൽ നമുക്ക് കാണാൻ സാധിക്കും, ഇവിടെയൊക്കെ കണ്ട കൃത്യമായിട്ടൊരു ഡിസ്റ്റിങ്ഷൻ നമുക്കുണ്ട്, പക്ഷേ ഇവിടെ അത്രത്തോളം ഒരു ഡിസ്റ്റിങ്ഷൻ നമുക്ക് ഇല്ല. സ്പെക്ട്രൽ റെസൊല്യൂഷൻ. It refers to the ability of a satellite sensor to measure specific wavelength of the electromagnetic spectrum. സ്പെക്ട്രൽ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള വേവ് ലെന്തിന് ഒരു സാറ്റലൈറ്റ് സെൻസറിന് എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റുന്നു എന്നതിൻ്റെ എബിലിറ്റിയാണ്. നമുക്കറിയാം ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് ഡിവിഷൻസ് ഉണ്ട്. അപ്പോൾ ഓരോ ഡിവിഷനിൽ അതിൽ തന്നെ വീണ്ടും മൈനറും മേജറുമായിട്ടുള്ള പല ഡിവിഷൻസ് ഉണ്ട്. അപ്പോൾ ഓരോ സ്പെസിഫിക് വേവ് ലെന്തിനെ കൃത്യമായിട്ട് എത്രത്തോളം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നു ആ കഴിവിനെയാണ് അതിൻ്റെ സ്പെക്ട്രൽ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്.
Spectral resolution describes the ability of a sensor to define fine wavelength intervals. ഒരു സ്പെക്ട്രൽ റെസൊല്യൂഷൻ ഒരു സാറ്റലൈറ്റിൻ്റെ നല്ല രീതിയിൽ ഉണ്ടെങ്കിൽ അതിനർത്ഥം എന്ന് പറയുന്നത് ആ സാറ്റലൈറ്റിലുള്ള സെൻസറിന് എത്രയും ചെറുത് ഏറ്റവും ഫൈൻ ആയിട്ടുള്ള വേവ് ലെങ്ത് ഇൻ്റർവൽസിനെ വരെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റുമെന്നാണ്. The finer the spectral resolution, the narrower the wavelength range for a particular channel or band. എത്രത്തോളം സ്പെക്ട്രൽ റെസൊല്യൂഷൻ ഫൈനർ ആവുന്നുണ്ടോ അത്രത്തോളം നാരോവർ ആയിട്ടുള്ള വേവ് ലെങ്ത് ഉള്ള ബാൻഡുകളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. Black and white film records wavelengths extending over much or all of the visible portion of the electromagnetic spectrum. ഇനി ഓരോ ടൈപ്പ് ഫിലിമിനനുസരിച്ചും സെൻസറിനനുസരിച്ചും സ്പെക്ട്രൽ റെസൊല്യൂഷൻ ഡിഫറൻസ് വരും. ഒരു ഉദാഹരണം പറയുന്നെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിം ആണെങ്കിൽ അത് ഒരു വിസിബിൾ സ്പെക്ട്രത്തിലുള്ള പോർഷനാണ് കൂടുതലായിട്ട് അതിൻ്റെ എല്ലാ പോർഷനും തന്നെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. Many remote sensing systems record over several separate wavelength ranges at various spectral resolutions. These are referred to as multispectral sensors. അതേസമയം ചില റിമോട്ട് സെൻസേഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ 3 or 4 ഒക്കെ ഡിഫറെൻറ്റ് വേവ് ലെങ്ത് ഉള്ള റെസൊല്യൂഷൻസ് റെക്കോർഡ് ചെയ്യാറുണ്ട്. അത്തരത്തിലുള്ള സെൻസേഴ്സിനെ വിളിക്കുന്നത് മൾട്ടിസ്പെക്ട്രൽ സെൻസേഴ്സ് എന്നാണ്. Advanced multispectral sensors are called hyperspectral sensors. They can detect hundreds of very narrow spectral bands throughout the visible, near-infrared, mid-infrared portions of the electromagnetic spectrum. ഇനി മൾട്ടിസ്പെക്ട്രൽ സെൻസേഴ്സിനെക്കാട്ടും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സെൻസേഴ്സ് ഉണ്ട്. അതിനെ വിളിക്കുന്നത് ഹൈപ്പർ സ്പെക്ട്രൽ സെൻസേഴ്സ് ആണ്. ഇതിന് 100 കണക്കിന് നാരോ ബാൻഡ്സ് അത് വിസിബിളിൽ മാത്രമല്ല നിയർ ഇൻഫ്രാറെഡിലും മിഡ് ഇൻഫ്രാറെഡ് പോർഷൻസിലും ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ എത്രത്തോളം കൂടുതൽ അതിന് ബാൻഡ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നു അത്രത്തോളം അതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. ഡിഫറെൻറ്റ് സെൻസേഴ്സ് എങ്ങനെ സ്പെക്ട്രൽ റെസൊല്യൂഷൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നു എന്ന് കാണിക്കുന്ന ഒരു ഇമേജാണ്. നമുക്ക് ആദ്യം നോക്കാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിം ഒറ്റ സ്ട്രെച്ച് ആയിട്ടാണ് ആ ഒരു വിസിബിൾ പോർഷൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. 0.4 മൈക്രോമീറ്റർ മുതൽ 0.7 മൈക്രോമീറ്റർ വരെ ഒറ്റ പോർഷനായിട്ട് അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അതേസമയം ഒരു കളർ ഫിലിം ആണെങ്കിലോ അത് 3 പോർഷൻസ് ആയിട്ട് ബ്ലൂ ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്, ഗ്രീൻ ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്, റെഡ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അതായത് 0.4 to 0.5 പ്രത്യേകം ഐഡൻറ്റിഫൈ ചെയ്യുന്നു, 0.5 to 0.6 മൈക്രോമീറ്ററിനെ പ്രത്യേകം ഐഡൻറ്റിഫൈ ചെയ്യുന്നു, 0.6 to 0.7 പ്രത്യേകം ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അത് തന്നെ ഒരു കളർ ഇമേജിൽ കാണിച്ചേക്കുന്നതാണ്. ഇപ്പോൾ ബ്രോഡ്ബാൻഡ് ആണെങ്കിൽ അത് ഇത്രയും ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. മൾട്ടി സ്പെക്ട്രൽ ആണെങ്കിൽ അതിൽ 7 ബാൻഡ്സ് അല്ലെങ്കിൽ 7 ബാൻഡ്സ് വരെ അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. ഹൈപ്പർ സ്പെക്ട്രലിലാണെങ്കിൽ 100 കണക്കിന് ബാൻഡ്സ് അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. ഇനി അൾട്രാ സ്പെക്ട്രലിലാണെങ്കിൽ 1000 കണക്കിന് ബാൻഡ്സ് അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ ബ്ലൂ ഉണ്ടല്ലോ, ബ്ലൂവിൽ മൾട്ടി സ്പെക്ട്രൽ ബ്ലൂ മാത്രമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ഹൈപ്പർ സ്പെക്ട്രലിൽ വീണ്ടും ബ്ലൂവിന് കുറേ ഡിവിഷൻ വന്നു. അൾട്രാ സ്പെക്ട്രലായപ്പോൾ ബ്ലൂവിന് വീണ്ടും ഡിവിഷൻസ് വന്നു. അപ്പോൾ അത്രയും നാരോ ആയിട്ടുള്ളത് വരെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന സെൻസേഴ്സ് ഉണ്ട്. ടെമ്പോറൽ റെസൊല്യൂഷൻ. Temporal resolution is defined as the amount of time needed to revisit and acquire data for the exact same location. Temporal resolution എന്ന് പറയുന്നത് ഒരു സാറ്റലൈറ്റിന് ഒരു സ്ഥലത്ത് റീവിസിറ്റ് ചെയ്ത് ആ സ്ഥലത്തിൻ്റെ ഡേറ്റ എക്സ്ട്രാക്ട് ചെയ്യാൻ എടുക്കുന്ന ആ ഒരു സമയം. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു സാറ്റലൈറ്റ് ഒരു സ്ഥലത്ത് കടന്നു പോകുന്ന ടൈം ഇൻ്റർവെലിനെയാണ് ടെമ്പോറൽ റെസൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. The higher the temporal resolution, the shorter the distance of time between the acquisition of the images. ടെമ്പോറൽ റെസൊല്യൂഷൻ വളരെ കൂടുതലായിരുന്നാൽ അതിനർത്ഥം എന്ന് പറയുന്നത് ഒരു സ്ഥലത്തിൻ്റെ അടുത്ത ഡേറ്റ കിട്ടുന്ന ദിവസത്തിൻ്റെ അല്ലെങ്കിൽ സമയത്തിൻ്റെ ഇൻ്റർവൽ എന്ന് പറയുന്നത് കുറവായിരിക്കും എന്നാണ്. Many satellites have a medial temporal resolution of about 14 days. മിക്കവാറും റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ്സിൻ്റെയൊക്കെ ഒരു ആവറേജ് ടെമ്പോറൽ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 14 ദിവസമായിരിക്കും. ഇപ്പോൾ കുറച്ചുകൂടെ 7 ദിവസമാണെങ്കിൽ 7 ദിവസത്തിനിടയിലുള്ള ഡേറ്റ നമുക്ക് കിട്ടും. ഇനി 28 ദിവസമാണെങ്കിൽ അത് കുറച്ചുകൂടെ കൂടിപ്പോയി, 28 ദിവസത്തിനിടയിലുള്ള ഡേറ്റാസ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ എത്രത്തോളം അതിൻ്റെ ടെമ്പോറൽ റെസൊല്യൂഷൻ കുറവായിരിക്കുന്നോ അത്രയും കൂടുതൽ ദിവസത്തെ ഡേറ്റ നമുക്ക് കിട്ടും. ഇത് ടെമ്പോറൽ റെസൊല്യൂഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ടെസ്റ്റ് കൊടുത്തേക്കുന്ന 2 സാറ്റലൈറ്റ് ഇമേജസ് ആണ്. ഇത് ഹറിക്കെയിൻ ഐവാൻ വന്നപ്പോഴുള്ള സെപ്റ്റംബർ 15, 2004 അത് ഒരു ഒറിജിൻ ചെയ്ത സമയത്തുള്ള ഒരു സാറ്റലൈറ്റ് ഇമേജ് ആണ്. ഇനി 18 മണിക്കൂറിന് ശേഷം 16 സെപ്റ്റംബർ 2004 അതിലെന്ത് മാറ്റം വന്നെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന
ഒരു ഇമേജാണ്. ഇനി അതിൻ്റെ ഒരു ട്രാക്ക് എങ്ങനെ പോയി, അതെവിടെ ഒറിജിൻ ചെയ്തു, അതിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയായിരുന്നു, ഓരോ ദിവസം അതിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ഇമേജാണ്. എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. നമുക്ക് കാണാം ആദ്യത്തെ ദിവസം അത് എവിടെയാണ് ഒറിജിനേറ്റ് ചെയ്തത്, രണ്ടാമത്തെ ദിവസം അവിടെ എത്തി, അഞ്ചാമത്തെ ദിവസം ഇവിടെ എത്തി, ഒൻപതാമത്തെ ദിവസം ഇപ്പോൾ ഇവിടെ എത്തി, 11ാമത്തെ ദിവസം ആയപ്പോഴത്തേക്ക് അത് കരയിൽ സ്ട്രൈക്ക് ചെയ്തു. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ആ ടൈം ഇൻ്റർവെല്ലിനെ വിളിക്കുന്ന പേരാണ് ടെമ്പോറൽ റെസൊല്യൂഷൻ. Satellites. A satellite is an object that moves a definite path around a parent planet. സാറ്റലൈറ്റ് എന്ന് പറയുന്നത് ഒരു പാരന്റ് പ്ലാനറ്റിന് ചുറ്റും റിവോൾവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ് ആണ്. And these satellites are mainly of two types, natural satellites and artificial satellites. Natural satellites. Most non-natural satellites orbit planets. The Earth's moon is the most obvious example. All the planets in the solar system except the Mercury and Venus have natural satellites. പ്ലാനറ്റ്സിന് ചുറ്റും റിവോൾവ് ചെയ്യുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഒബ്ജക്ട്സിനെയാണ് നാച്ചുറൽ സാറ്റലൈറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഉദാഹരണം എർത്തിന് ചുറ്റും റിവോൾവ് ചെയ്യുന്ന മൂൺ. ഇനി പ്ലാനറ്റ്സിലെ മെർക്കുറിക്കും വീനസിനും പോയിട്ട് ബാക്കി എല്ലാ പ്ലാനറ്റ്സിനും നാച്ചുറൽ സാറ്റലൈറ്റ്സ് ഉണ്ട്. ദെൻ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ്, ദേ ആർ either unmanned or manned. Manned ആയിട്ടുള്ള അൺമാൻഡ് ആയിട്ടുള്ള ഒബ്ജക്ട്സ് പ്ലാനറ്റ്സിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നെങ്കിൽ അതിനെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് എന്നാണ് വിളിക്കുന്നത്. The first artificial satellite to be placed in the orbit was unmanned Sputnik 1, launched on October 4, 1957 by the Soviet Union. ഇനി വേൾഡിൽ തന്നെ ആദ്യമായിട്ട് വിക്ഷേപിച്ച സാറ്റലൈറ്റ് എന്ന് പറയുന്നത് സോവിയറ്റ് യൂണിയൻ്റെ സ്പുട്നിക് 1 ആണ്. അത് ലോഞ്ച് ചെയ്തത് ഒക്ടോബർ 4, 1957. And the artificial satellites are mainly of two types, geostationary satellites and sun-synchronous satellites. Geostationary satellites. A geostationary satellite is an Earth-orbiting satellite placed at an altitude of approximately 35,800 km directly over the equator that revolves in the same direction the Earth rotates, that is from west to east. ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് പേരിൽ തന്നെയുണ്ട്. ജിയോ എർത്തിന് സ്റ്റേഷനറി ആയിട്ട് നിൽക്കുന്ന സാറ്റലൈറ്റ് ആണ് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സ് എന്ന് പറയുന്നത്. ഒരു എർത്ത് ഓർബിറ്റിംഗ് സാറ്റലൈറ്റ് ആണ്. ഇത് പ്ലേസ് ചെയ്തിരിക്കുന്ന ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 35,800 km എബോവ് ആണ്. ഇക്വേറ്ററിന് തൊട്ട് മുകളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇനി എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്ന അതേ ഡയറക്ഷൻ, അതായത് വെസ്റ്റ് ടു ഈസ്റ്റ് ഡയറക്ഷനിലാണ് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സും റിവോൾവ് ചെയ്യുന്നത്. At this altitude, one orbit takes 24 hours, the same length of time as the Earth requires to rotate once on its axis. ഈ ഒരു ഓൾട്ടിറ്റ്യൂഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ഓൾട്ടിറ്റ്യൂഡ് നിൽക്കുമ്പോൾ സാറ്റലൈറ്റ്സിൻ്റെ ഓർബിറ്റിന് എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 24 മണിക്കൂറാണ്. എർത്ത് റിവോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതാണ്ട് 24 മണിക്കൂർ സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ എർത്തിന് ചുറ്റും അതുപോലെ റിവോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അപ്രോക്സിമേറ്റ്ലി ഹൈറ്റിൽ സ്ഥിതി ചെയ്യുന്നത്. The term geostationary comes from the fact that such a satellite appears nearly stationary in the sky as seen by a ground-based observer. ഇതിന് ജിയോ സ്റ്റേഷനറി എന്ന പേര് വരാൻ കാരണമെന്ന് പറയുന്നത് ഗ്രൗണ്ടിൽ നിന്നും ഇത് ഈ സാറ്റലൈറ്റിനെ ഒബ്സർവ് ചെയ്യുന്ന ഒരാൾക്ക് അതെപ്പോഴും അവിടെ സ്റ്റേഷനറി ആയിട്ട് തന്നെ നിൽക്കുന്നതായിട്ട് തോന്നും. കാരണം എന്ന് പറയുന്നത് എർത്തിൻ്റെ അതേ ഡയറക്ഷനിലാണത് റിവോൾവ് ചെയ്യുന്നത്. മാത്രമല്ല എർത്ത് റിവോൾവ് ചെയ്യുന്ന അതേ ഫേസിലുമാണ് അത് റിവോൾവ് ചെയ്യുന്നത്. അതുകൊണ്ട് അവിടെ സ്റ്റേഷനറി ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് അതിനെ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് എന്ന് വിളിക്കുന്നു. All communication satellites are geostationary satellites. For example, the INSAT series of India. Sun-synchronous satellites. A sun-synchronous satellite is also called heliosynchronous orbit. It is a nearly polar orbit around a planet in which the satellite passes over any given point of the planet's surface at the same local solar time. സൺ സിങ്ക്രണസ് ഓർബിറ്റിനെ SSO എന്നോ അല്ലെങ്കിൽ ഹീലിയോ സിങ്ക്രണസ് ഓർബിറ്റോ എന്നോ വിളിക്കാറുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്ലാനറ്റിനെ അത് റിവോൾവ് ചെയ്യുന്ന സമയത്ത് അത് നിയർലി പോളാർ ഓർബിറ്റായിട്ടാണ് റിവോൾവ് ചെയ്യുന്നത്. മാത്രമല്ല ഒരു ഫിക്സഡ് ലൊക്കേഷൻ അല്ലെങ്കിൽ ഒരു ഫിക്സഡ് പോയിന്റിൽ കൂടെ ഏത് സമയത്താണോ കടന്നു പോകുന്നത് അതേ സമയത്ത് തന്നെയായിരിക്കും പിറ്റേ ദിവസവും, അല്ലെങ്കിൽ ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് അത് കടന്നു പോകുന്നതെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് അതേ സ്ഥലത്ത് അതേ സമയത്ത് തന്നെയായിരിക്കും അത് കടന്നു പോകുന്നത്. They are synchronized to be always in the same fixed position related to the sun. ഇത്തരത്തിലുള്ള സാറ്റലൈറ്റ്സ് സിങ്ക്രണൈസ് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ പൊസിഷൻ സിങ്ക്രണൈസ് ചെയ്തിരിക്കുന്നത്
സൂര്യൻ്റെ പൊസിഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്. അതുകൊണ്ടാണ് അതിനെ സൺ സിങ്ക്രണോസ് സാറ്റലൈറ്റ്സ് എന്ന് വിളിക്കാൻ കാരണം. ദ ആർ ജനറലി പ്ലേസ്ഡ് ഇൻ ആൻ ഓർബിറ്റ് വിത്ത് ഇസ് ഓൾട്ടിറ്റ്യൂഡ് വേരി ഫ്രം 600 to 1000 കിലോമീറ്റർ. ഇനി ഇതിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് വേരി ചെയ്യുന്നത് 600 മുതൽ 1000 കിലോമീറ്റർ വരെയാണ്. ദേ ആർ ഓൾസോ നോൺ as polar or near polar or remote sensing satellite, for example Landsat series of USA, IRS series of India, etc. ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത് ജിയോ സ്റ്റേഷണറി സാറ്റലൈറ്റും റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത് സൺ സിങ്ക്രണോസ് സാറ്റലൈറ്റുമാണ്. ജിയോ സ്റ്റേഷനിൽ നമുക്ക് കാണാൻ സാധിക്കും ഇക്വേറ്ററിന് ഏതാണ്ട് അനുപാതികമായിട്ടാണ് സാറ്റലൈറ്റ്സ് എല്ലാം തന്നെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 35,900 കിലോമീറ്റർ ആണ്. നമുക്ക് കാണാൻ സാധിക്കും വേരിയസ് കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്സ് ആയ ഇൻസാറ്റ്, GMS ജപ്പാൻ്റെത്, USA ഗോയസ്, അതുപോലെ തന്നെ ESAയുടെ മെട്രോസാറ്റ് ഒക്കെ തന്നെ നമുക്കിവിടെ അതേ രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. വെസ്റ്റ് ടു ഈസ്റ്റ് ഡയറക്ഷനിലാണ് അതിൻ്റെ റൊട്ടേഷനും വരുന്നത്, അതിൻ്റെ ഓർബിറ്റും വരുന്നത്. ഇനി അതേസമയം സൺ സിങ്ക്രണോസ് സാറ്റലൈറ്റിൽ അതൊരു പോളർ ഓർബിറ്റാണ്. നോർത്ത് സൗത്ത് ഡയറക്ഷനിലാണ് അത് പോകുന്നത്. 600 മുതൽ 800 കിലോമീറ്റർ ആണ് ഇത്തരത്തിലുള്ള സാറ്റലൈറ്റ്സിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് റേഞ്ച് ചെയ്യുന്നത്. മേജർ സാറ്റലൈറ്റ് ക്ലാസിഫിക്കേഷനാണ് ജിയോ സ്റ്റേഷണറി സാറ്റലൈറ്റ്സും അതുപോലെ സൺ സിങ്ക്രണോസ് സാറ്റലൈറ്റ്സും. അതുപോലെ ഒത്തിരി മൈനർ ക്ലാസിഫിക്കേഷൻസ് അവൈലബിൾ ആണ്. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻസ് കൂടെ നോക്കാം. ടൈപ്പ് ഓഫ് സാറ്റലൈറ്റ്സ് ബേസ്ഡ് ഓൺ ഓൾട്ടിറ്റ്യൂഡ്, എത്ര ഓൾട്ടിറ്റ്യൂഡിലാണ് അത് നിൽക്കുന്നത് അതിനെ ബേസ് ചെയ്ത് സാറ്റലൈറ്റ്സിനെ എത്രത്തോളം ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് ലോ എർത്ത് ഓർബിറ്റ്, where the altitude ranges between 180 km to 2000 km. Medium earth orbit, where the altitude ranges between 2000 to 35,786 km. It is otherwise known as intermediate circular orbit. Third one is geosynchronous orbit, where the altitude is about 35,786 km. The period of the orbit equals 1 sidereal day. ജിയോസിങ്ക്രണസ് ഓർബിറ്റിൻ്റെ പ്രത്യേകത അതിൻ്റെ പീരീഡ് എന്ന് പറയുന്നത് ഒരു സിഡറൽ ഡേക്ക് ഏതാണ്ട് ഈക്വൽ ആയിരിക്കും. മാത്രമല്ല അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 3075 meters per second ആണ് ആ സാറ്റലൈറ്റിൻ്റെ. ഹൈ എർത്ത് ഓർബിറ്റ്, ദ ഹൈ എർത്ത് ഓർബിറ്റ് ഹാസ് എൻ ഓൾട്ടിറ്റ്യൂഡ് ഓഫ് എബോവ് 35,786 kilometers. Types of satellite based on orbit. On the basis of orbit, satellites are mainly classified into 5 types. Geostationary transfer orbit. Elliptical Earth orbit used to transfer a spacecraft from a low altitude orbit to geostationary orbit. Geostationary transfer orbit ആ പേരിൽ തന്നെയുണ്ട്. ഇതൊരു എലപ്റ്റിക്കൽ ആയിട്ടുള്ള ഒരു എർത്ത് ഓർബിറ്റ് ആണ്. അതായത് ഒരു സ്പേസ് ക്രാഫ്റ്റ് ലോ ഓൾട്ടിറ്റ്യൂഡ് ഓർബിറ്റിൽ നിന്നും ജിയോസ്റ്റേഷണറി ഓർബിറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു സഞ്ചാരപഥത്തിനെയാണ് ജിയോസ്റ്റേഷണറി ട്രാൻസ്ഫർ ഓർബിറ്റ് എന്ന് വിളിക്കുന്നത്. ലോ എർത്ത് ഓർബിറ്റ് ഇൻ എ സർക്കുലർ ഓർബിറ്റ് ട്രാവൽ അറ്റ് എ സ്പീഡ് ഓഫ് അറൌണ്ട് 7.8 km/s. ഇതൊരു സർക്കുലർ ഓർബിറ്റ് ആണ്. അവിടുത്തെ സ്പീഡ് സാറ്റലൈറ്റിൻ്റെ സ്പീഡ് വരുന്നത് 7.8 km/s ആണ്. മീഡിയം ലോ എർത്ത് ഓർബിറ്റ്, ഹിയർ ദ സ്പീഡ് ഈസ് അറൌണ്ട് 7.3 km/s. Then polar orbit. Polar orbit passes over the Earth polar region from north to south. North to south പൊസിഷനിലാണ് ഒരു സാറ്റലൈറ്റ് ഓർബിറ്റ് ചെയ്യുന്നതെങ്കിൽ അത് പോളാർ ഓർബിറ്റ് ആണ്. സൺ സിങ്ക്രണസ് ഓർബിറ്റ്, ദ പോളാർ ഓർബിറ്റ് വിച്ച് ആർ സിങ്ക്രണസ് ടു എർത്ത്. പോളാർ ഓർബിറ്റിൽ തന്നെ സണ്ണിന് സിങ്ക്രണൈസ് ചെയ്ത് പോകുന്ന ഓർബിറ്റ്സിനെയാണ് സൺ സിങ്ക്രണസ് ഓർബിറ്റ്സ് എന്ന് വിളിക്കുന്നത്. ടൈപ്സ് ഓഫ് സാറ്റലൈറ്റ് സെൻട്രി ക്ലാസിഫിക്കേഷൻ. ഏത് ഹെവൻലി ബോഡിയെ സെൻറ്റർ ചെയ്തിട്ടാണോ ഓർബിറ്റ് ചെയ്യുന്നത് അത് വെച്ചിട്ടാണ് സെൻട്രി ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഗലക്ടോസെൻട്രിക് ഓർബിറ്റ്, ആൻ ഓർബിറ്റ് അറൌണ്ട് ദ സെൻറ്റർ ഓഫ് ദ ഗാലക്സി. ദ സൺ ഫോളോസ് ദിസ് ടൈപ്സ് ഓഫ് ഓർബിറ്റ് അറൌണ്ട് ദ ഗാലക്റ്റിക് സെൻറ്റർ ഓഫ് ദ മിൽക്കി വേ. ഗാലക്സിക്ക് ചുറ്റും ഓർബിറ്റ് ചെയ്യുന്ന ഗലക്ടോസെൻട്രിക് ഓർബിറ്റ് എന്ന് വിളിക്കുന്നു. ഉദാഹരണം പറയുന്നതെങ്കിൽ മിൽക്കി വേക്ക് ചുറ്റും സൺ ഓർബിറ്റ് ചെയ്യുന്നത്. ജിയോസെൻട്രിക് ഓർബിറ്റ് ആ പേരിൽ തന്നെയുണ്ട്. എർത്തിനെ സെൻറ്റർ ചെയ്ത് വരുന്ന ഓർബിറ്റിനെയാണ് ജിയോസെൻട്രിക് ഓർബിറ്റ് എന്ന് പറയുന്നത്. നാച്ചുറൽ സാറ്റലൈറ്റ് ആയ മൂണും അതുപോലെ മറ്റു ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സും ഒക്കെ അതിന് എക്സാമ്പിളാണ്. ആൻഡ് കറൻ്റ്ലി ദർ ആർ 2787 ആക്റ്റീവ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ഓർബിറ്റിംഗ് അറൌണ്ട് ദ എർത്ത്. ഹീലിയോസെൻട്രിക് ഓർബിറ്റ്, സണ്ണിന് ചുറ്റുമുള്ള ഓർബിറ്റിനെ ഹീലിയോസെൻട്രിക് ഓർബിറ്റ് എന്ന് പറയുന്നു. സോളാർ സിസ്റ്റത്തിലെ എല്ലാ പ്ലാനറ്റ്സും കോമറ്റ്സും ആസ്ട്രോയിഡ്സും ഒക്കെ തന്നെ സണ്ണിൻ്റെ ചുറ്റുമാണ് ഓർബിറ്റ് ചെയ്യുന്നത്. Then aerocentric orbit. If the orbit is around the planet Mars, it is known as aerocentric orbit. Then final classification is based on the purpose. There are many classifications available besides this. First one is astronomical satellites. Astronomical purpose ന് വേണ്ടിയിട്ട്
പ്രത്യേകിച്ച് ഗാലക്സീസോ ഡിസ്റ്റന്റ് പ്ലാനറ്റ്സോ ഔട്ടർ സ്പേസ് ഒബ്ജക്ട്സോ ഒക്കെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് അയക്കുന്ന സാറ്റലൈറ്റ്സിനെ അസ്ട്രോണമിക്കൽ സാറ്റലൈറ്റ്സ് എന്ന് വിളിക്കുന്നു. ബയോ സാറ്റലൈറ്റ്സ് ദ ഡിസൈൻ ടു ക്യാരി ലിവിങ് ഓർഗാനിസം ജനറലി ഫോർ ദ സയന്റിഫിക് എക്സ്പെരിമെന്റേഷൻ. ഭൂമിയിൽ നിന്നുള്ള ലിവിങ് ഓർഗാനിസംസിനെ ഡോഗ്സോ അല്ലെങ്കിൽ കാറ്റ്സോ അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്സിനെ തന്നെയോ നമ്മൾ മറ്റ് സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ട് അതിനെ ഒബ്സർവ് ചെയ്യാൻ അല്ലെങ്കിൽ എക്സ്പെരിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സാറ്റലൈറ്റ്സിനെ ബയോ സാറ്റലൈറ്റ്സ് എന്ന് വിളിക്കുന്നു. കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്സ് ആർ മെയിൻലി എയിം ടു for the purpose of telecommunication. Modern communication satellites typically use geosynchronous orbits, that is low Earth orbit, otherwise known as Molniya orbits. Earth observation satellites. The main purpose of the Earth observation satellites is map mapping, meteorology, environmental monitoring, etc. അതായത് നമ്മൾ റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ്സിനെ പൊതുവെ വിളിക്കുന്ന പേര് എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ്സ് എന്നാണ്. ദെൻ നാവിഗേഷണൽ സാറ്റലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ GPS ലൊക്കേഷൻസ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സാറ്റലൈറ്റ്സിനെയാണ് നാവിഗേഷണൽ സാറ്റലൈറ്റ്സ് എന്ന് പറയുന്നത്. റെക്കഗ്നൈസൻസ് സാറ്റലൈറ്റ്സ് are earth observation satellite or communication satellite deployed for military or intelligent application. മിലിറ്ററി പർപ്പസിനും ഇൻ്റലിജൻറ്റ് ആപ്ലിക്കേഷനും ഒക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ്സിനെ വിളിക്കുന്ന പേരാണ് റെക്കഗ്നൈസൻസ് സാറ്റലൈറ്റ്സ്. ദെൻ ഫൈനലി ദ വെതർ സാറ്റലൈറ്റ്സ്. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, വെതർ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടും ക്ലൈമറ്റ് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സാറ്റലൈറ്റ്സ് ആണ് വെതർ സാറ്റലൈറ്റ്സ്.